ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മളൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ തന്നെ ഒരുവിധം പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. തക്കുടുവിൻ്റെ തല മൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. പിന്നെ ചേട്ടനും ചേച്ചിയിലൊന്നും കൈ പിടിച്ചിട്ടൊന്നുമില്ല, കാരണം നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. RAC ആയിട്ടാണ് കിടക്കണത്. അപ്പോൾ ഒരു സീറ്റിൽ 2 പേര് വെച്ചിട്ട് പോണതായ കാരണം കൊണ്ട് പിള്ളേരെ കൈ പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അവരെന്നെ എടുത്തിട്ടില്ല. അപ്പോൾ അതേ കുറച്ച് കഴിയുമ്പോൾ തക്കുടൂടെ അലമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ 11 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. 12 മണിക്കായിരുന്നു ട്രെയിൻ. 1 മണിക്കൂർ മുന്നേ എത്തിയതിൻ്റെ ക്ഷീണം അവന് നല്ലവണ്ണമുണ്ട്. പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്ത് ലേശം പാല കുടിച്ചപ്പോൾ ആളിതേ ഉറക്കം വന്ന് അമ്മാവനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് ഒരു 12:20 ആയപ്പോഴേക്കും തന്നെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ വണ്ടി ഇത്രയും കൃത്യനിഷ്ഠമായിട്ട് പോണത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. സാധാരണ 1 മണിക്കൊക്കെയാണ് ഈ വണ്ടി വരാറ്. അങ്ങനെ ദേ വണ്ടി കയറണതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങല്ലേ. അതിനോട് എടുത്തില്ല കേട്ടോ. അതേ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ വാതിലിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ സീറ്റ്. അപ്പോൾ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണതൊക്കെ നമ്മുടെ സീറ്റുമ്പോൾ തട്ടിയിട്ടാണ്. അപ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടോ, ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. പിന്നെ അതേ അത് കാരണം കൊണ്ട് എന്താ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ ഈ യാത്രകൾ തീവണ്ടിയിൽ പോകുന്ന കാഴ്ചകൾക്കൊക്കെ ഒരു വെറൈറ്റി ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇടയിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കും, കാരണം ഞാൻ ഇവിടെ വെളങ്ങണ്ടിയിൽ നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, അതേ കണ്ട ഓരോരുത്തരും ഇങ്ങനെ വണ്ടിയിലൊക്കെ കുത്തിരിക്കുമ്പോൾ അവരെങ്ങടാവും പോവുണ്ടാവുക, അവരെന്താവശ്യത്തിനാവും വണ്ടിയിൽ കയറി കുത്തിരിക്കുന്നുണ്ടാവുക, അവർ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ അതേ തക്കുട് കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അതേ കിളി പോയ മാതിരി കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ അതേ ഞാനെന്താ ഇഡ്ഡലി മേടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല. സാമ്പാർ പിന്നെ കൊള്ളായിരുന്നു, അതുകൊണ്ട് നമുക്ക് തിന്നാം. പിന്നെ വേളാങ്കണ്ണിക്ക് ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പോയിട്ട് അതേപോലെ ഡയറക്റ്റ് വേളാങ്കണ്ണിക്കാണ് ട്രെയിൻ കിട്ടണത് കേട്ടോ. നമ്മൾ നാഗപട്ടണം ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിനാണ് പോവാറ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുണ്ട്, അതേ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട്. ഇനി വരും വീഡിയോസിൽ നമുക്ക് വേളാങ്കണ്ണിയിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.